കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. ഞാൻ എന്താ വിളിക്കണ്ടേ? ഇന്നസെന്റ് സോണറ്റ്. അതാണ്. അപ്പം ഞാൻ വീട്ടിലെന്താ വിളിക്കുന്നത്? ഇന്നു. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഇന്നുനെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്ക് യു. നസീർക്ക, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് പറഞ്ഞല്ലോ, ജീവ പറഞ്ഞല്ലോ, അങ്ങനെ ഉള്ള ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. അദ്ദേഹം ഇവിടെ നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അതെ അതെ. വിജു കൂടെ ചേട്ടാ, ഇന്നോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നേട്ടാ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര രസമുണ്ടാ. എവിടെ നോക്കിയാലും നിങ്ങളുടെ പുറകെയാണ് ക്യാമറ. ഭയങ്കര എനിക്ക് അതിനകത്തൊരു ഡയലോഗ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്, ആരോ വെളിയിൽ നിന്ന് ചോദിച്ചു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് വെച്ചാൽ പറഞ്ഞ് അതെന്തോ മറുപടി ഇന്നസെന്റ് ആയിട്ടും കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പറഞ്ഞത് നമ്മുടെ പുതിയ സിനിമയുടെ പൂജയ്ക്ക് പോയതാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. എന്റെ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദേ ഇവിടെ ഇന്നസെന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിക്കുന്നു. അപ്പോ ഞാൻ അത് നോട്ട് ചെയ്തു. അവിടെ ഞാൻ എന്ത് പറയും എന്ന് ആലോചിച്ച് നിൽക്കുക. എനിക്കൊന്നും, ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ എനിക്കൊന്നും അങ്ങനെ പറയാൻ അറിയില്ല. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ചേട്ടന് ഇത് ഇട്ടിട്ടപ്പോ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് അല്ലാട്ടാ, ഒറിജിനലാ. ഇന്നസെന്റ് അങ്കിൾ എന്തായാലും വളരെ അഭിമാനത്തോടുകൂടി മോന്റെ വളർച്ച കാണുന്നുണ്ടാവും. ഇന്ന് മോനെ ഇവിടെ കിട്ടാൻ സാധിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണക്കാക്കുകയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും സോണറ്റ് അങ്കിളിന്റെ ചെറുമോനാണ്. ഞങ്ങളൊക്കെ അങ്കിളിനെ കാണുന്നത് അങ്കിളുടെ വളർത്തുമക്കളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു അങ്കിൾ. അമ്മയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മൾ മീറ്റിങ്ങിലോ മറ്റു പ്രോഗ്രാമിൽ ചെല്ലുമ്പം ഒരു പിതാവിൻ്റെ ഒരു ശൂന്യത ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അമ്മയുടെ എല്ലാ ഷോയ്ക്കും എനിക്ക് ഡാൻസിൻ്റെ അസുഖമുള്ള കൊച്ചാണ്. അതുകൊണ്ട് 5-6 ഡാൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം വരുമ്പോൾ 5-6 ഡാൻസ് നമ്മൾ എന്തായാലും ചെയ്യും. നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട് ചെയ്യും. ഒരു ദിവസം നമ്മൾ അപ്പോൾ ആ സമയത്ത് കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടുതലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട സമയത്ത് അങ്കിൾ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങ് വന്നേ, നീ 5-6 ഡാൻസുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളോ ഇവർ വിളിച്ച് തരുന്നുണ്ടോ നിനക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ കിട്ടണമെന്നില്ല, പക്ഷെ നമുക്കിവിടെ ഡാൻസ് ചെയ്യാൻ ചോദിച്ചാൽ വലിയ സന്തോഷം. അത് പറ്റില്ല, സിനിമ വേണം, ഞാൻ പറ്റുന്ന പോലെ ഇവരുടെ അടുത്തൊക്കെ പറയാം. അങ്ങനൊരു പിതാവിൻ്റെ കരുതൽ അമ്മ അസോസിയേഷന് കിട്ടിയിരുന്നത് അങ്കിളിൽ നിന്നാണ്. ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി. ഏതാണ്ട് ഇതേ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിൽക്കുന്ന ഒരു ആക്ടർ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അങ്കിൾ വിളിച്ച് അന്വേഷിച്ചു ചെയ്തു. അപ്പം അങ്ങനെ ഇപ്പം നമ്മളത് ഭയങ്കരമായിട്ട് ആ പ്രോഗ്രാമിലും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ വളർത്തുമക്കളും ഈ പറയുന്ന പോലെ ചെറുമകനും കൂടെ നിന്ന് ഈ 300ാമത്തെ എപ്പിസോഡ് കുറച്ച് കൂടുതൽ എനർജറ്റിക് ആക്കാം. താങ്ക് യു ഫോർ കമ്മിങ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു 300ാമത്തെ എപ്പിസോഡ് ഇന്നസെന്റ് ഏട്ടന് നമ്മുടെ സ്നേഹമായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. ഐറ്റം വേറെ കാണാറുണ്ടോ? പിന്നെ ഞാൻ വല്ലപ്പോഴും കാണും. TV ചാനൽ ഇങ്ങനെ മാറ്റി പോകുമ്പോ പരിപാടി. സത്യസന്ധമായ മറുപടി അതാണ് കറക്റ്റ്. അല്ലാതെ പിന്നെ ഞാൻ ഇതെല്ലാം ജീവിതമില്ല. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. ഓക്കെ, അടിപൊളി. പിന്നെ വന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇന്നസെന്റിന്റെ ഒരു പ്രസൻസ് നമ്മളോട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രാർത്ഥനയോടെ ഐശ്വര്യമായിട്ട് ഇന്നുവിനെ ഇരുത്താം. എന്നിട്ട് ആദ്യത്തെ സ്കിറ്റ് തുടങ്ങാം. ഇന്നു, വൺസ് അഗൈൻ വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. താങ്ക് യു. വരൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.